Stories of Marketing in Touch with Positive People. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. റീറ്റെയിൽ മാർക്കറ്റിംഗില് ക്രോസ് സെല്ലിംഗ്, അപ്പ് സെല്ലിംഗ് ഈ രണ്ട് കൺസെപ്റ്റുകളുണ്ട്. പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ കയറി വരുന്നു. അദ്ദേഹം ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത ശേഷം ഈ സെയിൽസ് പേഴ്സൺ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബൈ പ്രോഡക്റ്റുകൾ ഏതുമാകട്ടെ ആ ബൈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കസ്റ്റമറെ മോട്ടിവേറ്റ് ചെയ്ത് സ്പെഷ്യൽ ഓഫർ കൊടുത്ത് അത് പർച്ചേസ് ചെയ്യിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ക്രോസ് സെല്ലിംഗ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മളൊരു മീൽസ് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആ മീൽസിനോടൊപ്പം ഒരു ഫിഷ് കറി കൊണ്ടുവയ്ക്കും, ഒരു ഫിഷ് ഫ്രൈ കൊണ്ടുവയ്ക്കും. ആ ഫിഷ് ഫ്രൈയോ ഫിഷ് കറിയോ ഓർഡർ കൊടുത്തിട്ടാവില്ല കൊണ്ടുവയ്ക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാടേക്ക് ചെന്നുണ്ടെങ്കിൽ നല്ല നാടൻ സൂപ്പർ തൈര് ഒരു മീൽസിന് വേണ്ടി ഉച്ചയ്ക്ക് കയറുമ്പോൾ അവർ കൊണ്ടുവയ്ക്കും. ഇതാണ് ഒരു ക്രോസ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ആ മെയിൻ പ്രോഡക്റ്റിനോടൊപ്പം തന്നെ പ്രാധാന്യത്തോടു കൂടി അതുമായി അനുബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രോഡക്റ്റുകൾ കൂടി കസ്റ്റമറെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തന്ത്രപരമായ കുറച്ച് നീക്കങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഉള്ള റീറ്റെയിലേഴ്സ് അറിഞ്ഞോ അറിയാതെയോ ക്രോസ് സെല്ലിംഗ് നടത്തുന്നവരായിരിക്കാം. കാരണം ഇതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കിയാൽ, കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കിയാൽ, ഗഹനമായിട്ട് മനസ്സിലാക്കിയാൽ, ഒരു കാര്യം മനസ്സിലാക്കി ചെയ്യുമ്പോൾ അറിയാതെ ചെയ്യുന്നതും മനസ്സിലാക്കി ഒരു കാര്യം ചെയ്യുന്നതും രണ്ടും വ്യത്യസ്ത തലങ്ങൾ തന്നെയാണ്. അപ്പോൾ ക്രോസ് സെല്ലിങ്ങിനെ കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കി വെച്ചാൽ ഒരു പ്രോഡക്റ്റ്, ഏത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഒരു കസ്റ്റമർ നിങ്ങളുടെ ഷോപ്പിലേക്ക് കയറി വന്നാൽ പോലും അതിനോട് അനുബന്ധമായി നിൽക്കുന്ന ബൈ പ്രോഡക്റ്റുകൾ ഏതൊക്കെ, ഒരു മൊബൈൽ വാങ്ങിക്കാൻ വേണ്ടി ഒരു കസ്റ്റമർ നിങ്ങളുടെ ഷോപ്പിലേക്ക് കയറി വരുന്നു. നിങ്ങൾ അയാൾക്ക് നല്ല 20,000 രൂപ അല്ലെങ്കിൽ 35,000 രൂപ, 50,000 രൂപ, അല്ലെ മൊബൈലിന് അത്രയും വിലയ്ക്കുണ്ട്, അത്രയുള്ളൊരു മൊബൈൽ നിങ്ങൾ അയാൾക്ക് കൊടുക്കുന്നു. അയാൾ അത് സ്വീകരിക്കുന്നു, അയാൾ ഹാപ്പി ആവുന്നു. ഒപ്പം തന്നെ അതിൻ്റെ ഒരു പൗച്ച്, മൊബൈലിൻ്റെ ഒരു പൗച്ച്, എക്സ്ട്രാ ഒരു പൗച്ചുണ്ട്, ഇതുകൂടിയിട്ട് ഈ ഫോണിന് കുറച്ചുകൂടി ഭംഗിയാവും. അത് ഓൾറെഡി നിങ്ങൾ എടുത്ത് വച്ചിട്ടുണ്ടാകും. ഇതിനോടൊപ്പം പോകുന്ന ഒരു ഐറ്റമാണത്. ആ പൗച്ച് കൂടി അയാൾക്ക് ഇട്ട് കൊടുക്കുന്നു. അതിന് സ്ക്രീൻ കാർഡ് അതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിക്കാമെന്ന് പറയുന്നു. അപ്പോൾ സ്ക്രീൻ കാർഡ് വേറൊരു ക്രോസ് സെല്ലിങ്ങിന്റെ മൊബൈലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്രോസ് സെല്ലിങ്ങിന്റെ വേറൊരു പ്രോഡക്റ്റ് ആണ്. അത് അയാൾക്ക് എടുത്തു കൊടുക്കുന്നു. അങ്ങനെ അത് വിൽക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ഒരു മെയിൻ പ്രോഡക്റ്റിനോടൊപ്പം തന്നെ നമുക്ക് വിറ്റുപോകാൻ പറ്റുന്ന മറ്റ് പ്രോഡക്റ്റുകൾ ഏതൊക്കെയുണ്ട്? ഇപ്പോൾ നിങ്ങളുടെ ഷോപ്പിലേക്ക് ഒരു മോട്ടർ, വീട്ടിൽ വയ്ക്കുന്ന മോട്ടർ വാങ്ങിക്കാൻ വേണ്ടി ഒരു കസ്റ്റമർ കയറി വരുന്നു. ആ മോട്ടറായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന 1 HP ഉള്ള മോട്ടർ വാങ്ങിക്കുമ്പോൾ അതിന് എന്തൊക്കെ വേണം? ഹോസ് വേണ്ടി വരും, അത് ഫിറ്റ് ചെയ്യാനുള്ള അക്സസറീസ് വേണ്ടി വരും. ഇതൊക്കെ അതിൻ്റെ ഒരു ക്രോസ് സെല്ലിങ്ങിൻ്റെ ഭാഗങ്ങളാണ്. അതുപോലെ വാഷിംഗ് മെഷീൻ, നിങ്ങളുടെ വീട്ടിലൊരു വാഷിംഗ് മെഷീൻ വയ്ക്കുന്നു. വാഷിംഗ് മെഷീൻ വയ്ക്കുമ്പോൾ എന്തൊക്കെ ഐറ്റംസ് അതിനകത്ത് ഫിറ്റ് ചെയ്യാനുള്ള, ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അതിൻ്റെ മറ്റുള്ള പ്രോഡക്റ്റുകൾ ഏതൊക്കെ വരും? വാഷിംഗ് മെഷീൻ ഇൻലെറ്റ് വരും, അതിന് ഇൻലെറ്റ്, ഔട്ട്ലെറ്റ്, ടാപ്പുകൾ, ഇതെല്ലാം അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ക്രോസ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ പ്രോഡക്റ്റിനോടൊപ്പം തന്നെ പ്രാധാന്യത്തോടെ വിൽക്കാൻ സാധ്യതയുള്ള, പോസിബിലിറ്റിയുള്ള പ്രോഡക്റ്റുകൾ ഏതൊക്കെ അതുകൂടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ അത് വിറ്റുപോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. ഒരു എ ക്ലാസ് ഷോപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യത്യസ്തമായിട്ട് ഡിവിഷനുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഈ ക്രോസ് സെല്ലിംഗ് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ മെയിൻ പ്രോഡക്റ്റുകൾ പോകുമ്പോൾ അതിനോടൊപ്പം പോകാൻ സാധ്യതയുള്ള പ്രോഡക്റ്റുകൾ ഏതൊക്കെയുണ്ട്, അത് കൃത്യമായി നിങ്ങളുടെ റീറ്റെയിൽ ഓണർ അറിഞ്ഞിരിക്കണം, റീറ്റെയിൽ സ്റ്റാഫുകൾ അറിഞ്ഞിരിക്കണം. അവരായിട്ടൊരു മീറ്റിംഗ് ചേർന്ന ശേഷം ഏതൊക്കെ ക്രോസ് സെല്ലിംഗ് നടത്താൻ പറ്റും, ക്രോസ് സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കണം. ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ ഏതൊക്കെ പ്രോഡക്റ്റ് ക്രോസ് സെല്ലിംഗ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളെ സെയിൽ വോളിയം ഇൻക്രീസ് ചെയ്യാൻ ഉറപ്പായിട്ടും ക്രോസ് സെല്ലിങ്ങിലൂടെ സാധിക്കും. അതിലൂടെയൊക്കെയാണ് നമ്മൾ
സെയിൽ ടേൺ ഓവർ കുറച്ചുകൂടി കൂട്ടാൻ പറ്റുക. അപ്പോൾ മെയിൻ പ്രോഡക്റ്റിനോടൊപ്പം അങ്ങനെ വിറ്റ് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ സ്പെഷ്യൽ ഓഫറുകൾ കൊടുക്കാൻ പറ്റും, സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. ശരിയല്ലേ? ഇനി അപ്സെല്ലിംഗ് എന്താണ്, അതിനെ കുറിച്ചുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്സെല്ലിംഗ് ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് അപ്സെല്ലിംഗിൽ. ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് ആവശ്യപ്പെട്ട് വരുന്നു, അതിനേക്കാൾ ആ സെയിം പ്രോഡക്റ്റ് തന്നെ കുറച്ചുകൂടി വാല്യൂ കൂടുതലുള്ള, കുറച്ചുകൂടി ഗുണനിലവാരം കൂടുതലുള്ള, ഒപ്പം തന്നെ കുറച്ചുകൂടി ക്യാഷ് ഇൻഫ്ലോ ആ ഷോപ്പിലേക്ക് ഒഴുകി എത്താവുന്ന തരത്തിലുള്ള ഒരു ആ സെയിം പ്രോഡക്റ്റ് തന്നെ കുറച്ച് വാല്യൂ ഉള്ള വലിയൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കാൻ വേണ്ടി, ഒരു ഓർഡിനറി ലാപ്ടോപ്പ് വാങ്ങിക്കാൻ വേണ്ടി ഒരു കസ്റ്റമർ ഒരു ഷോപ്പിലേക്ക് എത്തുന്നു എന്ന് വിചാരിക്കുക. 30,000 രൂപയാണ് ആ ലാപ്ടോപ്പിൻ്റെ റേറ്റ്. 30,000 രൂപ കൊടുത്ത ലാപ്ടോപ്പ് ബേസ് മോഡലുള്ള ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കാൻ വന്ന ഒരു കസ്റ്റമറെ കൊണ്ട് ഒരു 50,000, 60,000 അല്ലെങ്കിൽ 70,000 രൂപയുള്ള ഒരു ലാപ്ടോപ്പ് വാങ്ങിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ ആ കസ്റ്റമറിന് കൊടുക്കുക. എന്തൊക്കെ മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റും? അതിൻ്റെ പ്രൊസസ്സറിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ GB ഡേറ്റ, കൂടുതൽ ഡേറ്റ ഈ ബേസ് മോഡലിനേക്കാൾ കൂടുതൽ ഡേറ്റ സേവ് ചെയ്യാൻ സാധിക്കുന്നു. ബാറ്ററി ബാക്കപ്പ് ഉള്ള നല്ല ബാറ്ററി ഉള്ള സെറ്റാണ്, സേഫാണ്, ഇതിനേക്കാൾ സേഫാണ്. കുറേ അഡീഷണൽ ഫെസിലിറ്റികൾ ഈ ലാപ്ടോപ്പിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ആ അപ്സെല്ലിംഗ് നടത്താൻ പറ്റും. ആ രീതിയിൽ ഒരു കസ്റ്റമറെ എങ്ങനെയാണ് അപ്സെല്ലിംഗ് നടത്തേണ്ടത്, ഒരു കസ്റ്റമറെ കാണുമ്പോൾ അറിയാൻ പറ്റും. അയാളുടെ പ്രൊഫൈൽ നോക്കി നമുക്ക് അറിയാൻ പറ്റും അയാൾക്ക് അപ്സെല്ലിംഗ് നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു കസ്റ്റമർ ആണോ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അയാളെ മീറ്റ് ചെയ്ത ശേഷം അയാൾ എങ്ങനെയാണ് ഗുണങ്ങൾ പറയുമ്പോൾ അപ്സെല്ലിംഗ് നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട, എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കമ്പനി അതോറിറ്റി ശ്രദ്ധിക്കേണ്ടത് അയാൾ കുറച്ചുകൂടി നല്ല പ്രൊഫൈലുള്ള ഒരു കസ്റ്റമറാണ്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്, അയാളുടെ കയ്യിൽ ഫണ്ട് ഉണ്ട്, കുറച്ചുകൂടി ക്യാഷ് ഫ്ലോ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒഴുകാൻ സാധിക്കും ഈ കസ്റ്റമറെ കൊണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് പറയാവുന്നതാണ്. ഈ പ്രോഡക്റ്റ് ഒരു ബേസ് പ്രോഡക്റ്റ് ആണ്, ഒരു ലോക്കൽ ബ്രാൻഡാണിത്. ഇതിനേക്കാൾ കുറച്ചുകൂടി ബ്രാൻഡ് കൂടിയ, ക്വാളിറ്റി കൂടിയ നല്ല പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു സാറ്റിസ്ഫാക്ഷനാണ്, കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കിട്ടും. ആ ഡീലറെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വോളിയം വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് പർച്ചേസ് നടത്തുമ്പോൾ ആ അത്രയും ക്യാഷ് ഫ്ലോ ആ ഷോപ്പിലേക്ക് ഒഴുകി എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്സെല്ലിങ് എന്ന് പറയുന്നത് നിലവിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വന്നിരിക്കുന്ന കസ്റ്റമറെ കൊണ്ട് സെയിം ടൈപ്പിലുള്ള അതേ പ്രോഡക്റ്റ് കൂടുതൽ വാല്യൂ ഉള്ള, കൂടുതൽ ക്യാഷ് ഇൻഫ്ലോ കിട്ടാവുന്ന തരത്തിലുള്ള ഒരു വലിയ പ്രോഡക്റ്റ്, സെയിം പ്രോഡക്റ്റ് തന്നെ വലിയൊരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഇൻഫ്ലോ, കൂടുതൽ ക്യാഷ് ഫ്ലോ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരിക എന്നത് അപ്സെല്ലിങ്ങിൻ്റെ മറ്റൊരു കാര്യമാണ്. അപ്സെല്ലിങ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ട പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് നമുക്കതുകൂടി ഒന്ന് നോക്കാം. TV വാങ്ങിക്കാൻ വന്ന ഒരു കസ്റ്റമർ ഒരു ബേസ് മോഡലുള്ള ഒരു 15,000 രൂപയുടെ TV ആണ് നോക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റികൾ 25,000 അല്ലെങ്കിൽ 50,000 രൂപ വരുമ്പോൾ ഈ TVക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ക്വാളിറ്റികൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നു, ആ ക്വാളിറ്റികൾ ആ ബേസ് മോഡൽ കാണിച്ച് അപ്സെല്ലിങ്ങിലേക്ക് വളരെ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അയാളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു കലിബറുള്ള ഒരു എക്സിക്യൂട്ടീവിന് സാധിച്ചിരിക്കും. അതുപോലെ ഒരു ഫ്രിഡ്ജ് മേടിക്കാൻ വരുമ്പോൾ ഇത് 3 സ്റ്റാർ ഉള്ളൂ, ഇത് 5 സ്റ്റാർ ഉണ്ട്, അല്ലെങ്കിൽ ഇത് 6 സ്റ്റാർ ഉണ്ട്, ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കൊടുക്കുന്ന ഈ 50,000 രൂപ ഒരു 5 വർഷം സാർ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ 3 സ്റ്റാർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജ് കുതിച്ചുയരും, അങ്ങനെ എക്സ്പെൻസ് കൂടും. അത് നോക്കുമ്പോൾ ഈ 50,000 രൂപയുടെ 70,000 രൂപയുടെ ഫ്രിഡ്ജ് ഇപ്പോൾ വാങ്ങിക്കൂ, ഈ 20,000 രൂപയുടെ ഫ്രിഡ്ജ് അല്ലെങ്കിൽ 25,000 രൂപ ഫ്രിഡ്ജ് ഇപ്പോൾ വാങ്ങിക്കണ്ട, അങ്ങനെ പറഞ്ഞ് അവരുടെ അപ്സെല്ലിങ്ങിലേക്ക് നമുക്ക് ഉയർത്തി കൊണ്ടുവരാൻ പറ്റും. TV, വാഷിംഗ് മെഷീൻ, സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് അയാൾ വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ അയാൾക്ക് 20,000 രൂപ വരുന്നുള്ളൂ. ഒരു 50,000 രൂപയുടെ ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഷോപ്പിലേക്ക് ഒരു ക്യാഷ് ഇൻഫ്ലോ വരും. അങ്ങനെ കൂടുതൽ വാല്യൂ ഉള്ള പ്രോഡക്റ്റ് വിറ്റഴിക്കുമ്പോൾ ആ റീറ്റെയിൽ ഷോപ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു സ്കീമൊക്കെ വിൻ ചെയ്യുമ്പോൾ അയാൾക്ക് ടൂർ പ്രോഗ്രാമുകൾ ഉണ്ടാകാം, അയാൾക്ക് പുറത്തേക്ക് യാത്ര നടത്താൻ പറ്റും. അതുപോലെ തന്നെ ആ എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൂടുതൽ ഇൻസെൻറ്റീവ് കിട്ടും.
ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ അപ്സെല്ലിംഗ് എന്ന് പറയുന്നത് ആ കസ്റ്റമറുടെ പ്രൊഫൈൽ നോക്കിയ ശേഷം അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പ് കിട്ടണം. അതോടൊപ്പം കൂട്ടിച്ചേർക്കട്ടെ, ആദ്യമായിട്ട് ഒരു കസ്റ്റമർ കയറി വരുമ്പോൾ അയാൾ ചോദിക്കുന്ന എന്താണ്, അയാൾക്ക് ചിലപ്പോൾ ഒരു അപ്സെല്ലിങ്ങിൽ വലിയൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള താല്പര്യം, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ അപ്സെല്ലിങ് കൂടുതൽ പ്രഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയേക്കാം. അങ്ങനെ ഒരു കാരണം ഈ അയാൾ വാങ്ങിക്കാൻ വന്ന പ്രോഡക്റ്റിന്റെ കൂടുതൽ നെഗറ്റീവുകൾ പറഞ്ഞ് അപ്സെല്ലിങ്ങിലേക്ക് നിങ്ങൾ കൂടുതൽ പോസിറ്റീവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇത് ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം. അപ്പോൾ അത് എന്നാൽ ഇത് വാങ്ങിക്കേണ്ട, ഇത്രയും പ്രശ്നമാണ് ബേസ് മോഡൽ മേടിച്ചാൽ എന്നുള്ള ഒരു പ്രശ്നത്തിലേക്ക് വരികയും മാനസികമായിട്ട് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ കംപ്ലൈന്റ് വരും അല്ലെങ്കിൽ ഇഷ്യൂ വരും എന്നുള്ള ഒരു അങ്ങനെ ഒരു ധാരണയിലൂടെ ചിലപ്പോൾ ഒരു പർച്ചേസ്, ഈ ഒരു ഐറ്റം പർച്ചേസ് ഇപ്പോൾ തൽക്കാലം ചെയ്യണ്ട എന്നൊക്കെ വരെ ചിലപ്പോൾ ചില ആളുകൾ തീരുമാനമെടുത്തേക്കാം. എങ്കിൽ പോലും കസ്റ്റമറുടെ പ്രൊഫൈൽ നോക്കി വേണം, ആ കസ്റ്റമർക്ക് അത് ഫണ്ട് ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ടോ, കഴിവുള്ള വ്യക്തിയാണോ, അത് നോക്കി അപ്സെല്ലിംഗ് വളരെ സൂക്ഷ്മതയോടെ നിർവഹിക്കേണ്ട ഒരു ജോബ് തന്നെയാണ്. അപ്സെല്ലിംഗിൽ നിങ്ങൾക്ക് വിശ്വാസം കൂടുതലുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഏത് വോളിയം കൂടിയ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് ഷോപ്പിൽ എടുത്തു വെച്ച് വിൽക്കാൻ സാധിക്കില്ലേ? കൂടുതൽ വലിയ വലിയ ബ്രാൻഡുകൾ നിങ്ങളുടെ ഷോപ്പിൽ എടുത്തു വെച്ച് നിങ്ങൾക്ക് കച്ചവടം നടത്താൻ സാധിക്കും. അങ്ങനെ കച്ചവടം നടത്തുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമ്മൾ ബിൽഡപ്പ് ചെയ്യുമ്പോൾ അതുപോലെയുള്ള വലിയ കമ്പനികൾ നിങ്ങളെ തേടി വരും, നിങ്ങളെ എന്ന റീറ്റെയിലറെ തേടി വരും. അവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ സെയിൽസ് പേഴ്സന്റെ ഒരു പ്രസന്റേഷൻ സ്കില്ല് അത് ബെറ്റർ ആയിരിക്കണം, അത് ക്വാളിറ്റി ഉള്ളതായിരിക്കണം. കസ്റ്റമറെ കൺവേർട്ട് ചെയ്യാൻ, അയാളായിട്ട് നല്ലപോലെ ഇന്ററാക്ട് ചെയ്യാൻ ഒരു ഇന്റർ പേഴ്സണാലിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ഓൾ ദ ബെസ്റ്റ്.